നമ്മുടെ കുടുംബജീവിതത്തിലൊക്കെ ഈ കുർബാനയെ നമ്മൾ അകലെ നിന്ന് കണ്ടിട്ട് പോകുന്ന ഒന്നല്ല. ഈ കുടുംബജീവിതം മുഴുവനും ഈ വിശുദ്ധ കുർബാനയാണ്. ഞാനിപ്പോൾ ഈ അടുത്ത കാലങ്ങളിലൊക്കെ കുർബാന ടെക്സ്റ്റ് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനാ പുസ്തകം തന്നെയാണ് എനിക്ക് പല പ്രസംഗത്തിനും ക്ലാസ്സുകൾക്കും ഒക്കെ പ്രേരണമായി തീരുക എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. അതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ കിടപ്പുണ്ട്. നമ്മളിത് ചെല്ലി പറഞ്ഞ് ഇതിൻ്റെ ആ മൂർച്ച പോയി നിൽക്കുന്നൊരവസ്ഥ അതല്ല. എൻ്റെ കുർബാന എന്ന് പറയുന്നത് എൻ്റെ ഒരു പ്രഭാതത്തെ മുഴുവൻ ദി സ്പിരിറ്റ് ഫിൽഡ് മോർണിംഗ് എന്നൊക്കെ പറയുന്ന പോലെ യുക്രിസ്റ്റ് ഫിൽഡ് മോർണിംഗ് ആക്കി മാറ്റാൻ. അപ്പോൾ ഒരു കുർബാനയെ പങ്കെടുത്തിട്ട് അനുദിന ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. നമുക്കതുകൊണ്ട് കുർബാനയെ സ്നേഹിക്കാനാവട്ടെ, കുർബാനയൊരു ജീവിതം കണ്ടെത്താനാവട്ടെ, കുർബാനയെക്കുറിച്ച് പഠിപ്പിക്കാനാകട്ടെ. തലമുറകൾക്ക് നമ്മളിത് പകർന്ന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. അത് കുടുംബത്തിലാണെങ്കിലും പള്ളിയിൽ പോയോ, മക്കൾ പള്ളിയിൽ പോക്കോ എന്നൊക്കെ പറയുന്നതിനപ്പുറം ഈ കുർബാനയുടെ പള്ളിയിൽ പോയ സംതൃപ്തിയിൽ കിട്ടിയ ഒരു കുർബാന അനുഭവം എന്തുകൊണ്ട് നമ്മുടെ കൊച്ചു മക്കൾക്ക് നമ്മുടെ കുർബാന അനുഭവങ്ങൾ പങ്കുവെച്ചുകൂടാ? അങ്ങനെ വരുമ്പോൾ തലമുറകളിലേക്ക് നമുക്ക് ഈ കുർബാനയെ കൊണ്ടുപോകാൻ സാധിക്കും. തലമുറകൾക്ക് അത് പുണ്യം പകരുന്നതായി തീരും, വെളിച്ചമായി തീരുകയും ചെയ്യും.